ഇന്ത്യയുമായി നടന്ന യുദ്ധത്തിൽ തങ്ങൾ അന്തിമ വിജയം കൈവരിച്ചു എന്ന് പാകിസ്ഥാൻ ഒന്നിനു പിറകെ ഒന്നായി നുണവാദങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചു എന്നാണ്. തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ് ലോകത്തിന് മുന്നിൽ നട്ടല്ലുയർത്തി നിൽക്കാൻ ഇന്ത്യക്കായി എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഇന്ത്യക്ക് ആ ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിച്ചത്? ഫയർ ആൻഡ് ഫോർഗെറ്റ്. അതാണ് ഇന്ത്യയെ ഈയൊരു ക്രൈസിസ് വേളയിൽ സഹായിച്ചത്. കന്നി പ്രകടനത്തിൽ തന്നെ ആദ്യത്തെ യുദ്ധമുഖത്തെ പരീക്ഷണത്തിൽ തന്നെ ഇന്ത്യയുടെ അഭിമാനം തന്നെയെന്ന് ഒന്നുകൂടി തെളിച്ചിരിക്കുന്നു ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ. അതെ, ഇന്ത്യ റഷ്യ സംയുക്ത ഉൽപ്പന്നമായ ബ്രഹ്മോസ് ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ താണ്ഡവമാടുകയായിരുന്നു. തൻ്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ വളരെ കൃത്യമായ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഒരു താണ്ഡവം. ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ ആദ്യമായി തങ്ങളുടെ ആവനാഴിയിൽ നിന്നും എടുത്തു പ്രയോഗിച്ചതാണ്. അതും വ്യോമസേനയുടെ പക്കലുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് മാക് 3 മിസൈലുകൾ. അവ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ സവിശേഷതയായ ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈൽ ഫയർ ചെയ്ത ശേഷം പിന്നെ സൈന്യത്തിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആക്രമിക്കേണ്ട കോർഡിനേഷനുകൾ ബ്രഹ്മോസ് മിസൈലിനുള്ളിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താൽ മാത്രം മതിയാകും. പിന്നെയെല്ലാം ലക്ഷ്യമടക്കം മിസൈലുകൾ നോക്കിക്കൊള്ളും. കൃത്യതയോടെ അവിടെ ചെന്ന് ശത്രു ലക്ഷ്യത്തെ തകർത്തിരിക്കും. അതുതന്നെയാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മാക് 3 മിസൈലുകൾ ഇപ്പോൾ ഇന്ത്യൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ചെന്ന് കാട്ടിക്കൂട്ടിയത്. ഇന്ത്യയുടെ സുഖായ് തോട്ടി യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്നതുപോലുമില്ല. സൈലന്റ് കില്ലറായി തൊടുത്തുവിട്ട ബ്രഹ്മോസ് മിസൈലുകൾ സുഖോയ് പോർ വിമാനങ്ങളിൽ നിന്നും വെറും 42 സെക്കൻഡ് കൊണ്ട് ജയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദ ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സ്ട്രൈക്കിൽ ബ്രഹ്മോസിൻ്റെ ആദ്യത്തെ ഹിറ്റ് പാക് പഞ്ചാബിലെ ഭവൽപൂരിലെ ജയ്ഷയുടെ തീവ്രവാദ ഫാക്ടറി തന്നെയായിരുന്നു. ജയ്ഷയുടെ പാക് ആസ്ഥാനം. പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിത റഡാറുകൾ പോലും അറിഞ്ഞില്ല. പാകിസ്ഥാനിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും കണ്ടെത്തിയില്ല ഈ ബ്രഹ്മോസിൻ്റെ 1 മിനിറ്റിന് താഴെയുള്ള താണ്ഡവ വരവ്. 1 മിനിറ്റിന് താഴെ സമയമെടുത്താണ് ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ ഫാക്ടറി തകർത്ത് പൂട്ടിയത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ തദ്ദേശീയമായി ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന് പേരിട്ടത്. 800 കിലോമീറ്റർ വരെ ദൂരത്തുള്ള ശത്രുലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ ബ്രഹ്മോസിന് ശേഷിയുണ്ടെന്ന് ഇപ്പോഴാണ് പാകിസ്ഥാന് ശരിക്കും വിശ്വാസമായത്. കരനാവിക വ്യോമസേനകൾക്ക് വിവിധ ദൂരപരിധിയുള്ള വ്യത്യസ്ത ഇനം ബ്രഹ്മോസ് മിസൈലുകൾ ഇപ്പോൾ സ്വന്തമായി ഉണ്ടാവുന്നാഴിയിൽ. പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിക്കൂട്ടിയ പാകിസ്ഥാന് അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടായില്ല എന്ന് മാത്രം. 1 മിനിറ്റിനകത്ത് ഇന്ത്യ കാര്യം കണ്ട് ബ്രഹ്മോസ് മിസൈൽ എടുത്ത് ഉപയോഗിച്ചതിലൂടെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് 2 ഒന്ന്, ബ്രഹ്മോസിൻ്റെ ദൂരപരിധിയും ആക്രമണ ശക്തിയും കരുത്തുമൊക്കെ ഇന്ത്യ കണ്ടറിഞ്ഞു. 2, പാകിസ്ഥാനിലെ സന്ദേശമാണ്, നിങ്ങൾ എവിടെ നിന്നും ഇനി ഇന്ത്യ ആക്രമിച്ചാലും 1 മിനിറ്റിനുള്ളിൽ തിരിച്ചടിക്കാനുള്ള ശേഷിയുമായി ബ്രഹ്മോസ് ഇവിടെ ഇതാ ഞങ്ങളുടെ പക്കലുണ്ടെന്ന്. അടുത്തത് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളോട് പറയാനുള്ള മറുപടിയാണ്. ഇന്ത്യയും ഒരു ബിഗ് പ്ലെയറായി മാറിയിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ക്ഷമ എപ്പോഴും ഒരു ദൗർബല്യമായി ലോകരാഷ്ട്രങ്ങളും കാണരുത്. ഇനി ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുക, അത് ഏത് രാജ്യമായാലും തിരിച്ചടിച്ചിരിക്കുക ബ്രഹ്മോസ് മിസൈൽ തന്നെയാകും. കഴിഞ്ഞ ദിവസമാണ് UPയിലെ ലക്നൌവിൽ പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ പുതിയ ബ്രഹ്മോസ് നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിവർഷം കുറഞ്ഞത് 100 ബ്രഹ്മോസ് മിസൈലുകൾ, വിവിധ വെർഷനിൽപ്പെട്ട 100 മിസൈലുകളെങ്കിലും ഇവിടെ നിന്ന് നിർമ്മിച്ചിറക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പൈൻസ് സൈന്യത്തിൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യക്ക് പുറമെ ചൈനയുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിൽ ചേർക്കാൻ ഫിലിപ്പൈൻസിന് ധൈര്യം ബ്രഹ്മോസിന് മാത്രമാണ്. വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയുടെ ബ്രഹ്മോസിൻ്റെ സവിശേഷതകൾ കണ്ട് ആകർഷകരായി അത് വാങ്ങിക്കൂട്ടാനുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ യുദ്ധമേഖലയിലെ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഉത്തരമാണ് ബ്രഹ്മോസ്. ഇനി പാകിസ്ഥാനും ഒന്ന് ഭയക്കും ഇന്ത്യയിലേക്ക് തീവ്രവാദത്തിൻ്റെ വിത്തുകൾ വാരി വിതറാൻ ശ്രമിക്കുമ്പോൾ. കാരണം ലോകത്തിന് മുന്നിൽ, പാകിസ്ഥാന് മുന്നിൽ, ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മോസ്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.